ജാവയിലെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ സൃഷ്ടിക്കുന്നത്. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു വെർഷൻ 1110, ജാവ ഡെവലപ്മെന്റ് എൻവൈറൻമെന്റ് JDK 1.6, എക്ലിപ്സ് 3.7.0. ഈ ട്യൂട്ടോറിയലിനായി എക്ലിപ്സ് ഉപയോഗിച്ച് ജാവയിൽ ഒരു ക്ലാസ്സും അതിന്റെ ഒരു ഒബ്ജക്റ്റും സൃഷ്ടിക്കുവാൻ അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇൻസ്റ്റൻസ് വേരിയബിളുകളെ ഇനിഷ്യലൈസ് ചെയ്യാൻ കൺസ്ട്രക്ടർ ഉപയോഗിക്കുന്നു. ഒരു പുതിയ ഒബ്ജക്റ്റ് സൃഷ്ടിക്കുമ്പോൾ ഇതിനെ കോൾ ചെയ്യുന്നു. ജാവയിൽ കൺസ്ട്രക്ടർ എങ്ങനെ ഡിഫൈൻ ചെയ്യുമെന്ന് നോക്കാം. എക്ലിപ്സിൽ student.java എന്ന ജാവ ഫയൽ സൃഷ്ടിച്ചിട്ടുണ്ട്. സ്റ്റുഡന്റ് ക്ലാസ്സിൽ രണ്ട് വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുക ഇന്റ് roll number സെമിക്കോളൻ സ്ട്രിംഗ് നെയിം സെമിക്കോളൻ. ഇപ്പോൾ ഒരു മെത്തോട് സൃഷ്ടിക്കാം. ടൈപ്പ് ചെയ്യുക void studentDetail. കർലി ബ്രാക്കറ്റിനുള്ളിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ roll number. എന്നിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ നെയിം. മെയിൻ മെത്തോഡിൽ ഈ മെത്തോട് കോൾ ചെയ്യുന്നു. ഒരു ഒബ്ജക്റ്റ് സൃഷ്ടിച്ച് ഈ മെത്തോട് കോൾ ചെയ്യാം. ടൈപ്പ് ചെയ്യുക സ്റ്റുഡന്റ് ഒബ്ജക്റ്റ് നെയിം stu equal to new student. എന്നിട്ട് stu ഡോട്ട് മെത്തോട് നെയിം, അതായത് studentDetail. പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക. 0ഉം nullഉം ഔട്ട്പുട്ടിൽ കാണുന്നു. അതായത് ഇന്റ് വേരിയബിൾ roll numberഉം സ്ട്രിംഗ് നെയിമും ഡിഫോൾട്ട് മൂല്യങ്ങളായ 0ലും nullലും ഇനിഷ്യലൈസ് ചെയ്യപ്പെട്ടു. നമ്മൾ ഒരു കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ സൃഷ്ടിക്കപ്പെടുന്നു. ഡിഫോൾട്ട് കൺസ്ട്രക്ടറിന് പാരാമീറ്റർസ് ഇല്ല. ഇത് ഇൻസ്റ്റൻസ് വേരിയബിളുകളെ അതിന്റെ ഡിഫോൾട്ട് മൂല്യത്തിൽ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യാം. ടൈപ്പ് ചെയ്യുക സ്റ്റുഡന്റ് പാരന്തീസിസ് കർലി ബ്രാക്കറ്റുകൾ. കൺസ്ട്രക്ടറിന് അത് ഉൾക്കൊള്ളുന്ന ക്ലാസിന്റെ പേരാണ് നൽകേണ്ടത്. കൺസ്ട്രക്ടർസ് മെത്തോഡ്സിന് സമാനമാണെങ്കിലും ചില പ്രധാന വ്യത്യാസങ്ങളുണ്ട്. പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക. അതേ ഔട്ട്പുട്ട് കിട്ടുന്നു. ഇതെന്തെന്നാൽ നമ്മൾ ഡിഫൈൻ ചെയ്ത കൺസ്ട്രക്ടർ ഇല്ലാത്തതിന് സമാനമാണ്. പക്ഷേ ഇവിടെ ഒരു കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തതിനാൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഇപ്പോൾ വേരിയബിളുകൾക്ക് മൂല്യങ്ങൾ നൽകുക. കൺസ്ട്രക്ടറിനുള്ളിൽ ടൈപ്പ് ചെയ്യുക roll number equal to 10 സെമിക്കോളൻ. നെയിം equal to ഡബിൾ quotesനുള്ളിൽ രാമൻ. പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക. roll number പാത്ത് എന്നും പേര് രാമൻ എന്നും ഔട്ട്പുട്ടിൽ കാണുന്നു. അതായത് കൺസ്ട്രക്ടർ ഇൻസ്റ്റൻസ് ഫീൽഡിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. മെത്തോടും കൺസ്ട്രക്ടറും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ നോക്കാം.
കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പ് ഇല്ല. എന്നാൽ methodന് റിട്ടേൺ ടൈപ്പ് ഉണ്ട്. കൺസ്ട്രക്ടറിനെ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് കോൾ ചെയ്യുന്നു. methodനെ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് കോൾ ചെയ്യുന്നു. ഇവയാണ് കൺസ്ട്രക്ടറും methodഉം തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇവിടെ പഠിച്ചത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ, ഒരു കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുന്നത്, methodഉം കൺസ്ട്രക്ടറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അസൈൻമെന്റ്: വേരിയബിൾസും ആ വേരിയബിൾസിനെ കാണിക്കുന്ന methodഉം അടങ്ങിയ എംപ്ലോയി എന്ന ക്ലാസ് സൃഷ്ടിക്കുക. എന്നിട്ട് എംപ്ലോയി ക്ലാസ്സിന് വേണ്ടി ഒരു കൺസ്ട്രക്ടർ സൃഷ്ടിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി മെഹർദ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബെ. നന്ദി.